ചൈനീസ് പ്രീമിയർ ഷി ജിൻപിങ്ങും സംഘവും അടുത്ത കാലത്തായി വല്ലാതെ നിരാശരാണ്. പറഞ്ഞു വരുമ്പോൾ പ്രശ്നം അല്പം ഗുരുതരമാണ്. ലോകത്തിലെ ഏറ്റവും പ്രതീക്ഷ നൽകുന്ന പുതിയ സാങ്കേതികവിദ്യ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൽ ഓപ്പൺ AI, ഗൂഗിൾ തുടങ്ങി നിരവധി അമേരിക്കൻ കമ്പനികൾ ഇതിനോടകം ആധിപത്യം സ്ഥാപിച്ചു കഴിഞ്ഞു. ലോകത്തെ രണ്ടാമത്തെ സാമ്പത്തിക ശക്തിയായി മാറിയിട്ടും പല മേഖലയിലും സാക്ഷാൽ അമേരിക്കയോട് കിടപിടിക്കുന്ന രാജ്യമായി മാറിയിട്ടും ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് വിപ്ലവത്തിൽ ചൈനയ്ക്ക് മുന്നേറ്റമുണ്ടാക്കുവാൻ സാധിച്ചില്ല. AI ടെക്നോളജിയിൽ തദ്ദേശീയമായ വികസന കുതിപ്പ് നടത്തണമെന്നുള്ള ചൈനീസ് സർക്കാരിൻ്റെ പിടിവാശി കൂടി വന്നതോടെ ചൈനയിലെ ടെക് കമ്പനികൾക്ക് മേൽ സർക്കാർ തലത്തിൽ നിന്ന് കനത്ത സമ്മർദ്ദമാണ് ലഭിക്കുന്നത്. Truth be told, there's never a sin as the overnight success or overnight sensation. When we talk about the six dragons of Hangzhou, each of them have been there for over 10 years. മാറിയ കാലത്തിൻ്റെ ഭാവിയാണ് ജനറേറ്റീവ് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ്. യുദ്ധരംഗം മുതൽ കാർഷിക മേഖല വരെ അടക്കി വാഴുന്ന സാങ്കേതിക വിപ്ലവം. നിലവിൽ AI സാങ്കേതിക വിദ്യയിൽ അമേരിക്കൻ കുത്തക തകർക്കുവാൻ മറ്റൊരു രാജ്യത്തിനും സാധ്യമല്ല. ഓപ്പൺ AIയും ഗൂഗിളുമെല്ലാം പ്രവർത്തിക്കുന്നത് അമേരിക്കയിൽ. കഴിഞ്ഞ വർഷം ആദ്യം ജനറേറ്റീവ് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ കാര്യത്തിൽ ചൈനീസ് ടെക് കമ്പനികൾ വളരെയധികം പിന്നിലായിരുന്നു. സൗജന്യമായി ഡൗൺലോഡ് ചെയ്യുവാൻ കഴിയുന്ന മെറ്റ പ്ലാറ്റ്ഫോംസിൻ്റെ ഓപ്പൺ സോഴ്സ് ലാമ മോഡലുകളെയാണ് ചൈനീസ് കമ്പനികൾ ആശ്രയിച്ചു പോരുന്നത്. ഉയർന്ന നിലവാരമുള്ള AI ചിപ്പുകളുടെ കയറ്റുമതിയിൽ US ഏർപ്പെടുത്തിയ നിയന്ത്രണങ്ങൾ ചൈനയെ കൂടുതൽ ദുർബലപ്പെടുത്തുമെന്ന് അവർ ഭയന്നു. ഇതോടെ നിയമങ്ങളിൽ ഇളവ് വരുത്തി ഫണ്ടിംഗ് നൽകി കമ്പ്യൂട്ടിംഗ് ശേഷി സ്ഥാപിക്കുവാൻ വളരെ വേഗത്തിൽ ചൈന നീങ്ങിത്തുടങ്ങി. 9 മാസങ്ങൾക്ക് ശേഷം ചൈനീസ് സ്റ്റാർട്ടപ്പായ ഡീപ്സീക്ക് വളരെ ശക്തമായ ഒരു പുതിയ AI മോഡലിലൂടെ സിലിക്കൺ വാലിയുടെ ശ്രദ്ധ പിടിച്ചു പറ്റുകയും ചെയ്തു. അമേരിക്ക സ്ഥിതിഗതികൾ സസൂക്ഷ്മം നിരീക്ഷിക്കുകയായിരുന്നു. In the race for AI, who's winning, America or China? If the answer is America, how close is China to us? It is our belief that the American models, including some models from our company OpenAI and Google and others, are the best models in the world. വാർത്തകൾ ശ്രദ്ധിച്ചിരുന്നവർ മറ്റൊരു ടെക്നോളജി ശീതയുദ്ധത്തിൻ്റെ അന്തരീക്ഷം ഭയന്നു. ലോകമെമ്പാടുമുള്ള ഓഹരി വിപണികളിൽ വൻ ചലനങ്ങൾ സൃഷ്ടിക്കുകയും സാമ്പത്തിക വളർച്ചയുടെ പുതിയ സ്രോതസ്സുകൾ തുറന്നുകൊടുക്കുകയും ചെയ്യുന്ന ഈ പോരാട്ടം പഴയ ശീതയുദ്ധത്തിലെ ശാസ്ത്ര മത്സരങ്ങളോടാണ് വിദഗ്ധർ താരതമ്യം ചെയ്യുന്നത്. A bipartisan policy, one of the very few in the United States, which is that the Chinese need to be contained in areas of dual-use technology of security and strategic importance. നിർമ്മിത ബുദ്ധിയിലെ ചൈനീസ് മുന്നേറ്റത്തിന് തടയിടുവാൻ US ഇതോടെ അരയും തലയും മുറുക്കിയിറങ്ങി. ഏറ്റവും ശക്തമായ AI മോഡലുകൾ നിർമ്മിക്കുന്നതിൽ ഇപ്പോഴും US-നാണ് വ്യക്തമായ മുൻതൂക്കം. ഏറ്റവും മികച്ച AI ചിപ്പുകളുടെ ഉൽപ്പാദനത്തിൽ ചൈനയ്ക്ക് ഇപ്പോഴും US-നോട് മത്സരിക്കുവാൻ കഴിഞ്ഞിട്ടില്ല. 2025 ആദ്യ പകുതിയിൽ AI സ്റ്റാർട്ടപ്പുകൾക്ക് $104 ബില്യൺ ഫണ്ട് ചെയ്ത സ്വകാര്യ അമേരിക്കൻ നിക്ഷേപകരുടെ സാമ്പത്തിക ശക്തിക്ക് മറുപടി നൽകാനും ചൈനയ്ക്ക് ഇതുവരെയും കഴിഞ്ഞിട്ടില്ല. കൂടുതൽ നിക്ഷേപം നടത്തുവാൻ അമേരിക്കൻ സാമ്പത്തിക ഭീമന്മാർ ഒരുങ്ങുകയുമാണ്. US ഏർപ്പെടുത്തിയ കയറ്റുമതി നിയന്ത്രണങ്ങൾ ചൈനയുടെ മുന്നേറ്റത്തെ കൂടുതൽ തടസ്സപ്പെടുത്തുന്നു. ചൈനയ്ക്ക് കഴിവുറ്റ എഞ്ചിനീയർമാരുടെ ഒരു വലിയ ശൃംഖല തന്നെയുണ്ട്. അതൊരു വസ്തുതയുമാണ്. മത്സരത്തിൻ്റെ ഗതി മാറ്റുവാൻ ചൈനയ്ക്ക് കഴിയുമെന്ന ആശങ്ക ഡൊണാൾഡ് ട്രംപ് നേതൃത്വം നൽകുന്ന റിപ്പബ്ലിക്കൻ പാർട്ടിയിൽ പോലുമുണ്ട്. ചൈനീസ് കമ്പനികൾ AI മേഖലയിൽ കടന്നുകയറ്റം നടത്തിയാൽ അമേരിക്കയെ പ്രതികൂലമായി ബാധിക്കുമെന്നുള്ള തിരിച്ചറിവ് സാക്ഷാൽ ഡൊണാൾഡ് ട്രംപിനുമുണ്ട്. അതുകൊണ്ടാണ് ചിപ്പ് കയറ്റുമതി നിരോധനം എന്ന കടുത്ത നയം ട്രംപ് ഇപ്പോഴും തുടരുന്നത്. അതേസമയം ചൈനീസ് പ്രസിഡന്റ് ഷി ജിൻപിങ്ങുമായി കഴിഞ്ഞ ദിവസങ്ങളിൽ മലേഷ്യയിൽ നടത്തിയ കൂടിക്കാഴ്ചയിൽ വ്യാപാരപരമായ ചില വിട്ടുവീഴ്ചകൾക്കും ട്രംപ് തയ്യാറായി എന്നതും ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു. ഇതിന്റെ ഭാഗമായി NVIDIAയുടെ ലോ സ്കെയിൽഡ് ചിപ്പായ H20 കയറ്റുമതി ചെയ്യുവാൻ ഡൊണാൾഡ് ട്രംപ്
അങ്ങോട്ടുള്ള യാത്രയിൽ ഒരു ഘട്ടത്തിൽ ആലോചിച്ചിരുന്നുവെങ്കിലും റിപ്പബ്ലിക്കൻ പാർട്ടിയിൽ നിന്ന് കടുത്ത എതിർപ്പ് ഉയരുകയായിരുന്നു. ഈ ചിപ്പ് ഒരിക്കലും ചൈനയ്ക്ക് കൊടുക്കരുതെന്ന് ശക്തമായ ആവശ്യവുമായി റിപ്പബ്ലിക്കൻ പാർട്ടി പ്രതിനിധികൾ തന്നെ രംഗത്ത് വന്നു. ഇത്തരം ഒരു നീക്കം ഇറാന്റെ കയ്യിൽ സമ്പുഷ്ട യുറേനിയം നൽകുന്നതിന് തുല്യമാണെന്നാണ് അവർ വാദിക്കുന്നത്. ഇപ്പോൾ അമേരിക്കയ്ക്ക് ചൈനയ്ക്ക് മേലുള്ള AI മേഖലയിലുള്ള മേൽക്കോയ്മ ഇതിലൂടെ നഷ്ടപ്പെടുമെന്നും അവർ ഭയക്കുന്നു. സാങ്കേതിക വിദ്യകളിൽ US മുൻകൈ എടുക്കുവാൻ അനുവദിച്ച ചരിത്രമാണ് ചൈനയ്ക്കുള്ളത്. എന്നാൽ പിന്നീട് സാങ്കേതിക വിദ്യ വ്യാപിക്കുമ്പോൾ അവർ അത് നേടിയെടുക്കുകയും ചെയ്തിട്ടുണ്ട്. ചരിത്രം ആവർത്തിക്കുമോ? കാത്തിരുന്ന് കാണാം. അമേരിക്കയിൽ നിന്ന് മധു കൊട്ടാരക്കര, 24.